ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? എല്ലാരും ഇങ്ങനെ കുത്തി വിടുന്നത് നമ്മൾ കൊല്ലംകാര് ഭയങ്കര മാസാന്ന് വെച്ചിട്ട് ഇമാര് അതാണ് ഇമാർക്ക് ഏറ്റവും വലിയ മാസമൊന്നും അല്ല. നീയൊക്കെ കാണിക്കുന്ന കഴപ്പത്തരം തന്നെ. ഇത് മൊത്തം നാറിയില്ല. അപ്പോൾ ഇനി അടുത്ത വിഭവം ഏതാണ് അടി ഉണ്ടാക്കാനായിട്ട് കാത്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാം. കൊല്ലത്തെ സംബന്ധിച്ചൊരു നാണക്കേടാണ് സലാഡ്, പപ്പടം, പൊറോട്ട, ഒടുവിൽ ഐസ്ക്രീമിൽ. ഹലോ ഗൈസ്, അപ്പം വീണ്ടും നമ്മളെ കൊല്ലം എയറിലായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇത് ഒരിക്കലും ഇതൊരു തമാശയായിട്ട് ഏറ്റെടുക്കാനായിട്ട് താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം കൊല്ലംകാരും മൊത്തം ഇങ്ങനെ ഇപ്പം നിലവിൽ എല്ലാവരും ഇങ്ങനെ അളിഞ്ഞു വാരിക്കൊണ്ടിരിക്കുകയാണ്. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെയൊക്കെ എക്സ്ട്രീം ലെവൽ കഴപ്പാണ്. ഒരു 10 രൂപയുടെ 20 രൂപയുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് അവിടെ പോയി കിടന്ന് തല്ലുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഭയങ്കര മാസാ. ഞങ്ങളെ ഡെയിലി റൊട്ടീനാ, കൊല്ലംകാരെ ഡെയിലി റൊട്ടീനാ ഈ അടി. പിന്നെ എന്തുവാ, സ്ഥിരമാണ്. എടാ, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാ. സത്യം പറഞ്ഞാൽ കൊല്ലംകാർക്ക് ഊക്ക് മേടിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമേ ഇതൊക്കെ ഒരു ന്യൂസ് ആക്കത്തുള്ളൂ. ഈ പറയുന്ന കണക്ക് സോഷ്യൽ മീഡിയ മാത്രമല്ല, മിക്ക ന്യൂസുകാരും കൊല്ലം 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 എന്നുള്ള ഒരു രീതിയിൽ എല്ലാവർക്കും ഊക്ക് മേടിച്ച് കൊടുക്കുകയാണ്. അപ്പം എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന നിങ്ങൾക്കെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടടാ. മീഡിയക്കാരൊക്കെ നല്ല രീതി വാരിയിട്ട് അലക്കി വാരിയിട്ടുണ്ട്. പേടിച്ചോ, ഇട്ട അളത് കിട്ടും എവിടുന്നായാലും. നമുക്കൊന്ന് കേട്ടു നോക്കാം. കൊല്ലം പള്ളിമുക്കിൽ ഐസ്ക്രീം നൽകാത്തതിന്റെ പേരിൽ കല്യാണ വിരുന്നിൽ കൂട്ടയടി. പെൺവീട്ടുകാർ ഐസ്ക്രീം ചോദിച്ചപ്പോൾ നൽകാത്തതിന് പിന്നാലെയാണ് അടിയുണ്ടായത്. ഐസ്ക്രീം തീർന്നെന്ന് കാറ്ററിംഗുകാർ പറഞ്ഞതിന് പിന്നാലെ ബോക്സ് തുറന്ന് ഐസ്ക്രീം എടുക്കാൻ പെൺവീട്ടുകാർ ശ്രമിച്ചതോടെയാണ് അടി തുടങ്ങിയത്. കല്യാണ സമയത്തെ പ്രശ്നങ്ങളാണ് കൂട്ടയടിയായത്. സംഭവത്തിൽ ഇരുവരും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഒരാളെ വിട്ടയച്ചിട്ടുണ്ട്. ആർ അരുൺരാജ് നമുക്കൊപ്പം. ആർ അരുൺരാജ്, സാമാന്യ ബോധം ദളിയ കൊല്ലംകാരൻ, ഞാനും കൊല്ലംകാരനാ. ഒരു സാമാന്യ ബോധം. ഒരു കല്യാണ വീട്ടിൽ അവര് ജീവിതത്തിൽ ആ പെണ്ണിന്റെ വീട്ടുകാരും മറക്കത്തില്ല, ആ പെണ്ണും മറക്കത്തില്ല, ചെറുക്കനും മറക്കത്തില്ല. ജീവിതത്തിൽ നാറിയവര്. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇത് ഇതേ കണക്കുള്ള ഒരു മീഡിയക്കകത്ത് വരുമ്പോഴത്തേന് അത് സ്വാഭാവികമല്ല. ഈ കൊല്ലം ജില്ലക്കാരെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ അത് കൊടുത്തോളൂ. മനസ്സിലാക്കണത് ചെറിയ എന്തെങ്കിലും വിഷയമായിരിക്കും, ചെറിയ എന്തെങ്കിലും ഈഗോ പ്രശ്നമായിരിക്കും. അത് ഇങ്ങനെ വലിയൊരു എങ്കിലും അതൊരു നല്ലൊരു കല്യാണം നല്ലൊരു ഇതൊക്കെ നടക്കുന്ന ഒരു സമയത്തല്ല ഇതൊന്നും കാണിക്കണ്ട. അല്ലെങ്കിൽ വെളിയിൽ മാറി എടുത്ത് എന്തെങ്കിലും പോയി കാണിക്കണം. നീയൊക്കെ ചെറിയൊരു ഇതിന് ഇങ്ങനെയൊക്കെയാണ് കാണിക്കണേ. എടാ, അവര് ജീവിതത്തിൽ മറക്കത്തില്ലടാ. നീയൊക്കെ അടി ഉണ്ടാക്കിയിട്ടിട്ട് ലാസ്റ്റ് 20 പേരും പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്നിട്ട് ഒന്നുമില്ല, ഞങ്ങൾ ഒത്തീർപ്പായി. എങ്കിലും ആ പെണ്ണും ആ ചെറുക്കനും ജീവിതത്തിൽ മറക്കത്തില്ല. എന്നാലോചിച്ച് നോക്കുക. ആ വീട്ടുകാരും നാട്ടുകാരും ഒന്നും അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഒരു പേരായി. ഐസ്ക്രീമിനടി ഉണ്ടാക്കിയത് ഈ പെണ്ണിന്റെ കല്യാണത്തിനാണ്, അല്ലെങ്കിൽ ഈ ചെറുക്കന്റെ കല്യാണത്തിനാണെന്ന് ബോധം ഉണ്ടോടാ അതിനൊക്കെ? എടാ, ഇതൊക്കെ ഒരു ഈ പറയുന്നതൊക്കെ ആരെങ്കിലും ഒന്ന് തളരാനായിട്ട് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് മീഡിയക്കാര് കിട്ടിയ അവസരത്തെ സുജയൊക്കെ നല്ല രീതിയിൽ വെച്ച് അലക്കിയിട്ടുണ്ട്. ബാക്കിയൊന്ന് കേട്ടു. സുപ്രഭാതം. കൊല്ലത്തെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു വരുവാണല്ലോ എന്ന് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പപ്പടത്തിന് ശേഷം ഇപ്പോൾ ഐസ്ക്രീം വിഭവം ഒന്ന് മാറിയിട്ടുണ്ടല്ലോ അരുൺരാജ്. എന്താണ് സംഭവിച്ചത് അവിടെ? സുജയ, പപ്പടം, സലാഡ്, പൊറോട്ട, ഒടുവിൽ ഐസ്ക്രീം. പിന്നെ അതേപോലെ തന്നെ ഈ സുജയ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ പറഞ്ഞിട്ട് സുജയുടെ സ്ഥലം എവിടെ തപ്പിപ്പിടിച്ചു? തൃശ്ശൂർ എന്നുള്ളത് എടുത്തിട്ട് തൃശ്ശൂര് നടന്ന അടിയുടെ ലിസ്റ്റ് ഇട്ട് കുറെ. എടാ, അതൊക്കെ അതൊരു മാസമൊന്നും അല്ല. നീയൊക്കെ തന്നെ ഓരോന്ന് മാസം കാണിച്ചിട്ട് കൊല്ലംകാരെ മൊത്തം മാറ്റിക്കുന്നത്. നീയൊക്കെ സ്വയമേ ഒരു ബോധം വേണം. നല്ലൊരു പരിപാടി നടക്കുന്നിടത്ത് പോയി അടി ഉണ്ടാക്കിയിട്ട് അത് ഒരു 10 രൂപയുടെ 20 രൂപയുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണോ? അതിനൊക്കെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിന്റെയൊക്കെ വേറൊന്നുമല്ല, നിന്റെയൊക്കെ ഈഗോ പ്രശ്നം. അത് ഈഗോ. നിന്നെ അടിക്കണം, നോക്കി വെച്ചിട്ട് അടിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രശ്നമാണ്, അല്ലാതെ വേറൊന്നും അല്ല. പിന്നെ ലിസ്റ്റ് പറയാനാണെങ്കിൽ ഇപ്പം ലേസ്, പപ്പടം, കപ്പലണ്ടി, ചിക്കൻ പീസ്, ഇപ്പൊ ഐസ്ക്രീം, പൊറോട്ട, എല്ലാത്തിനും കൊല്ലംകാര് മുന്നിൽ കൊള്ളാം. മാസ് കാണിക്കാൻ നിൽക്കുന്നവരുണ്ടല്ലോ. എടാ, വേറെ എന്തൊക്കെയുണ്ട് മാസ് കാണിക്കാനായിട്ട്? ഇതൊക്കെയുള്ളൂ മാസ് കാണിക്കാനായിട്ട്. ഇൻസ്റ്റയിൽ ഓരോരുത്തന്മാരെ റീല് കാണാം, ഭയങ്കര മാസ്, മൊത്തത്തിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ഇത് മീഡിയക്കാരെ ഇവരെ കിട്ടിയോണ്ട് അവരങ്ങനെ പറയുന്നു, കൊല്ലംകാരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടൊന്നും. അവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, കേക്കട്ടെ.
എക്സ്ട്രീമിൽ വരെ എത്തി നിൽക്കുന്നു. കൊല്ലത്തെ ആൾക്കാർ കുറച്ച് സെൻസിറ്റീവ് ആണ്, കുറച്ച് വേഗത്തിൽ ഇക്കാര്യങ്ങളിൽ എക്സ്പ്രസീവ് ആവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം തുടങ്ങുന്നത് ഇന്നലെ രാവിലെ മുതലാണ്. ചുറ്റുമല സ്വദേശിയായ യുവതിയും അതുപോലെ തന്നെ ഇരുവരും സ്വദേശിയായ യുവാവും തമ്മിലാണ് കല്യാണം നടക്കുന്നത്. ഈ കല്യാണ സമയത്ത് വെച്ച് തന്നെ വീട്ടുകാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഒടുവിൽ ഈ കല്യാണ ചെറുക്കൻ ഈ കല്യാണ പന്തലിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, കല്യാണ ചെറുക്കൻ വരെ ആദ്യത്തെ ഒരു ചെറിയൊരു ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ നല്ല ചെറിയൊരു പ്രശ്നം ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ആ ചെറുക്കനൊക്കെ ആ കല്യാണ പന്തലിൽ അല്ല കഴിക്കാതെ പോയെന്നൊക്കെ പറയുമ്പോഴത്തേനും അത്രയും നല്ല വിഷയം ഉണ്ടായിരിക്കണം അവിടെ. അപ്പൊ ആദ്യം ഉണ്ടായത് വേറെ വിഷയമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണത് വിഷയം അതല്ല, വേറെന്തോ. ഇതെന്തായാലും ഭക്ഷണത്തിന്റെ ഇതാണ്. ഇവിടെ കല്യാണമായാലും ശരി, എന്തൊരു ഇവന്റ് ആയാലും ശരി, ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പല ഇതിനും പറ്റത്തില്ല. അപ്പം ഇല്ലാത്ത കാര്യം ഇല്ലെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിക്കണം. കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനും പോയിട്ടുണ്ട്, എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് ഫുഡില്ലാത്ത തീർന്ന് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മനസ്സിലായോ? ഫുഡല്ലേ, നമ്മൾ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഫുഡല്ലേ, കല്യാണമല്ലേ, ഇത്ര ആൾക്കാർ വരാം. കുറെ ആൾക്കാർ കൂടുതൽ തിന്നാം, കുറെ ആൾക്കാർ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് അവര് ഫുഡ് ഇടും. ഇല്ലെങ്കിൽ ഇല്ല. അതൊരു കുറ്റമായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതിന്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. കാറ്ററിംഗ് ഈവന്റ് വർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കാറ്ററിംഗ് ആരായിരിക്കാം. അപ്പൊ ഈ വീട്ടുകാര് പറയുന്ന അനുസരിച്ച് അവര് ഫുഡും കാര്യങ്ങളൊക്കെ ഇടത്തുള്ളൂ. മനസ്സിലാവുമല്ലോ? ഫുഡ് കൊടുത്തില്ല, അതിന്റെ പേരിൽ കിടന്ന് അടി ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഇത് കാണുന്നില്ല. പിന്നെ സെൻസിറ്റീവ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയിട്ട് ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മിക്ക ആൾക്കാരും സെൻസിറ്റീവ് തന്നെയാണ്. അല്ല, പ്രത്യേകിച്ച് കൊല്ലംകാർക്ക് അങ്ങനെ പ്രത്യേകം സെൻസിറ്റീവ് ഒന്നുമില്ല. ഇപ്പം പാലക്കാട് പോയാലും എറണാകുളത്ത് പോയാലും ആരെ ചൊറിഞ്ഞാലും അവർക്ക് ദേഷ്യം വന്നാൽ തിരിച്ചു ചൊറിയും. അത്രേ ഉള്ളൂ. അല്ലാതെ സെൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ, കൊല്ലംകാര ഉണ്ട്. പ്രത്യേക രീതിയിലുള്ള ശൈലിയും സംസാരങ്ങളും പിന്നെ അടുപ്പവും എല്ലാം ഉണ്ട്. പിന്നെ അടി ഇടി അങ്ങനത്തെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെ. ആരെ ചൊറിഞ്ഞാലും അവർ തിരിച്ച് ചൊറിയാൻ നിൽക്കുന്ന കുറെ ആൾക്കാരെ ഉണ്ട്. മനസ്സിലായില്ലേ? സെൻസിറ്റീവ് ഒന്നുമല്ല. ആ ഒരു രീതിയിലൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ തുടങ്ങിയ പ്രശ്നം പിന്നീട് വൈകുന്നേരത്തോടെ ഒത്തുതീർപ്പിലേക്ക് എത്തി. പക്ഷേ പെണ്ണു വീട്ടുകാർ വിവാഹ സൽക്കാരത്തിന് ചെറുക്കന്റെ വീട്ടിലേക്ക് എത്തുന്ന ചടങ്ങുണ്ട് കൊല്ലത്ത്. അങ്ങനെ എത്തിയതാണ് BSA ഓഡിറ്റോറിയത്തിൽ. അത് പള്ളിമുക്കിലെ BSA ഓഡിറ്റോറിയത്തിലാണ് വിവാഹ സൽക്കാര ചടങ്ങ് നടന്നത്. ഈ ചടങ്ങ് നടന്നപ്പോൾ അവിടേക്ക് എത്തിയ പെൺവീട്ടുകാർ ഈ ഭക്ഷണം കഴിച്ച ശേഷം ഒടുവിൽ ഐസ്ക്രീം ചോദിച്ചു. പക്ഷേ കാറ്ററിംഗുകാരൻ ഇല്ല എന്ന മറുപടിയാണ് നൽകിയത്. ഒരുപക്ഷെ പകവീട്ടിയതാകാം രാവിലത്തെ പ്രശ്നത്തിന്. ഈ മറുപടി ലഭിച്ചതിന് പിന്നാലെ ഈ പെൺവീട്ടുകാർ ഈ കാറ്ററിംഗുകാരന്റെ കയ്യിൽ നിന്ന് ഐസ് ബോക്സ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഒടുവിൽ ഇത് കാറ്ററിംഗുകാരനും ഐസ്ക്രീം തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു പോയി. ഇല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. കാറ്ററിംഗുകാരായാലും ശരി, അവിടെ കല്യാണത്തിന് വരുന്ന ആൾക്കാരായാലും ശരി, ഒരു ഈഗോ പ്രശ്നത്തെ വെച്ചിട്ട് ഇങ്ങനൊന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു ഇവന്റ് അടക്കുമ്പോൾ ഒരു കല്യാണമൊക്കെ ആണ്. അല്ലെങ്കിൽ നിനക്കൊക്കെ പുറത്ത് മാറി പോയി കിടന്ന് അവിടെ കിടന്ന് അടി ഉണ്ടാക്കാം. ഇതിപ്പോ ആ വീട്ടുകാരും നാറി, നാട്ടുകാരും നാറി, അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കേസായിട്ട് മാറിയില്ലേ. നിന്റെയൊക്കെ ഈഗോ പ്രശ്നം തീർക്കുന്നതേ ഇതിനൊക്കെ വെളിയില. ഇങ്ങനത്തുള്ള പരിപാടി വെളിയിൽ, അല്ല ഇതിനകത്തല്ല. ഇപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് എന്തോന്ന്, ആഫ്റ്റർ എഫക്റ്റ് എന്തോന്ന് മനസ്സിലായി കാണുമല്ലോ. മാസല്ലടാ ഇതൊന്നും ഒരിക്കലും മാസല്ല. ഇതൊക്കെ എന്തോ സ്വാഭാവികം. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് അവനെ നോക്കിടാ, ഇവനെ നോക്കിടാ, അവനോട് ചോദിക്കണം എന്നുള്ള രീതിയിലുള്ളത്. അതൊക്കെ ഇവിടെ അല്ല കാണിക്കണ്ടേ. ഈ ഒരു കല്യാണം അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഇവന്റ് അടക്കുമ്പോൾ അവിടെ അല്ല കാണിക്കേണ്ടത്. അതൊക്കെ പുറത്താണ് കാണിക്കേണ്ടത്. പുറത്ത് വെളിയിൽ നിനക്കൊക്കെ വേറെ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി കാണിക്കണം. പിന്നെ രാവിലത്തെ പ്രശ്നം വൈകിട്ട് തീർക്കുക. ഇതൊക്കെ പറയുമ്പോഴത്തേന് കൊല്ലംകാരൻ തോറും ഇത്ര മാസമാണോ? മാസമൊന്നുമല്ല. നല്ല മനസ്സുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ എല്ലാ മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കൊല്ലത്തിന് പ്രത്യേകം സെൻസിറ്റീവ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് പ്രത്യേക ഒരു ഇത് കൊടുക്കുന്നത്? എല്ലാ രീതിയിലുള്ള മനുഷ്യന്മാരാണ് തിരിച്ച് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വഭാവത്തിനനുസരിച്ച് പല എല്ലാ രീതിയിലുള്ള മനുഷ്യന്മാരും ഇവിടെ ഉണ്ട്. കൊല്ലംകാർക്ക് അങ്ങനെ പ്രത്യേകം ഒരു കൊടിയൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബാഡ്ജ് ഒന്നും, അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റോ നമുക്കങ്ങനെ ഈ സെൻസിറ്റീവ് ആണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് രണ്ടാമത് ഇതാവും എന്നും പറഞ്ഞ് തന്നിട്ടൊന്നുമില്ല. ചുമ്മാ മാസ് കാണിക്കാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാമിൽ മാസ് കാണിക്കാൻ വേണ്ടി പിള്ളേർ അടിച്ചിറക്കുന്ന, അല്ലാതെ വേറെ ഒന്നുമില്ല.
വീട്ടുകാരും തമ്മിലുള്ള അടിയിലേക്ക് കലാശിച്ചു. ഈ വിഷയം ഒടുവിൽ വീട്ടുകാരും നാട്ടുകാരും കൂടി ഏറ്റെടുത്തോടെ കൂട്ടയടിയായി മാറുകയായിരുന്നു. ഒടുവിൽ ഇരുപൂരം പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇരു കൂട്ടർക്കും പരാതിയില്ലാത്തതിനെ തുടർന്ന് ഇരുവരെയും വിട്ടയച്ചു. എന്തായാലും ഐസ്ക്രീമിന്റെ പേരിൽ കൂടി കൊല്ലത്ത് അടി നടന്നു. 10 രൂപയുടെ ഐസ്ക്രീമാണ്. പക്ഷേ ആ 10 രൂപയുടെ ഐസ്ക്രീമിന് വേണ്ടി അടി നടന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി FIR ഒന്നും രജിസ്റ്റർ ചെയ്തില്ല. ഇരു കൂട്ടരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടയക്കുകയാണ് ചെയ്തത്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചൊരു നാണക്കേടാണ്. സലാഡ്, പപ്പടം, പൊറോട്ട, ഒടുവിൽ ഐസ്ക്രീമിൽ. എടാ, ഇരുവരും പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്ന് ഒത്തുതീർപ്പൊന്നും ഇല്ലെങ്കിൽ അതിനെ ഒരു മാസാക്കുന്നവർ പറയാണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്തെന്നറിയോ, എല്ലാരും ഇങ്ങനെ കുത്തി വിടുന്നത് നമ്മൾ കൊല്ലംകാർ ഭയങ്കര മാസാന്ന് വെച്ചിട്ട് ഇമാര്, അതാണ് ഇമാർക്ക് ഏറ്റവും വലിയ. എടാ, മാസമൊന്നും അല്ല, നീയൊക്കെ കാണിക്കുന്ന കഴപ്പത്തരം തന്നെ. ഇത് മൊത്തം നാറിയില്ല. ആലോചിച്ച് നോക്കെ, ഈ അടി ഉണ്ടാക്കി നിന്റെ വീട്ടിലായാലും ശരി, നിന്റെ പേരും പറഞ്ഞ് നാളെ നാറും. നിന്റെ പേരും പറഞ്ഞ് നാളെ നാട് മൊത്തം നാറും. ഇവനാണ് കേരളം മൊത്തം വിഷയം ഉണ്ടാക്കിയത്. കൊല്ലംകാരെ നറ്റിച്ചത് നീയാണ്, ഇവനാണ്, അവനാണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അതിനകത്ത് അടി കടന്നു കഴിഞ്ഞാല് നാട്ടുകാരും വീട്ടുകാരും അവിടെ ഉള്ളവരെല്ലാരും ഏറ്റെടുക്കും ഈ ഒരു പ്രശ്നം. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പൊ കണ്ടത്. അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല, മോശമാണ്. ഇരുവരും ഇനിയിപ്പോ വേണമെങ്കിൽ ഇത് അടിച്ചിറക്കും മാസം. ഞങ്ങളിങ്ങനെ കൊല്ലംകാര് തമ്മിൽ അടിച്ചിട്ട് തടയാ. എത്ര പേർക്ക് അവിടെ പരിക്ക് പറ്റിക്കാണ്. ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഉണ്ടായിരുന്നു, ഞാൻ ഇട്ട് തരായിരുന്നു. നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ല, നിന്റെയൊക്കെ മാസ് കഴപ്പത്തരം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്ന് ഇനി അടുത്ത മാസം വീഡിയോ ഇറങ്ങും. ഞങ്ങള് കൊല്ലംകാർ ഇങ്ങനെയാടാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ്. എന്ത് ആടാ, എന്തൊരു ഉളുപ്പടാ. അപ്പോൾ ഇനി അടുത്ത വിഭവം ഏതാണ് അടി ഉണ്ടാക്കാനായിട്ട് കാത്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഐസ്ക്രീം ബോക്സ് ഒക്കെ എടുത്തുള്ള അടി, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത്. താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പൊ സമാധാനമായല്ലേ? സൂചയ മാത്രമല്ല, ബാക്കിയുള്ള മീഡിയക്കാരും, മിക്ക മീഡിയക്കാരും, ഓൺലൈൻ മീഡിയക്കാരും എല്ലാവരും വാരിയിട്ട് അലക്കിയിട്ടുണ്ട്. പിന്നെ മീഡിയക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് കിട്ടുന്ന ന്യൂസിനനുസരിച്ച് അവരിങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇട്ട് കൊടുക്കുന്നത് ആരാ? നമ്മളെ പോലുള്ള മാസ് കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഈഗോ ഒരിക്കലും ഇങ്ങനത്തെ ഉള്ള ഇതിലല്ല തീർക്കേണ്ടത്. ഇത് ഈഗോ പ്രശ്നമാണ്. രാവിലത്തെ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അത് പിന്നെ വൈകിട്ടായപ്പോഴത്തേന് ഭയങ്കര മാസമായി. എന്ന് വെച്ചാല് നോക്കി വെച്ചേക്കുന്ന ഒരു മൈൻഡ് ഉണ്ട്. അവൻ വൈകിട്ട് വന്നാൽ രണ്ടുപേരും വിട്ടു കൊടുക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഇതിനകത്ത് നടന്ന ഏറ്റവും വലിയ സംഭവം. അപ്പൊ അടുത്ത വിഭവം എന്തോന്നൊക്കെ സുജയ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. മിക്കയിടത്തും മിക്ക സ്ഥലങ്ങളിലും സ്വാഭാവികമായിട്ട് നടക്കുന്ന കേസൊക്കെയാണ്. ഇതൊരു കൊല്ലം എന്നുള്ള പേരിന് വേണ്ടിയിട്ട് ആരോ ചെയ്ത പരിപാടിയാണ്. മനസ്സിലായോ? ഇനിയിപ്പോ ഈ സോഷ്യൽ മീഡിയ മൊത്തം കൊല്ലംകാര് നാറിക്കൊണ്ടിരിക്കും. നിന്റെയൊക്കെ ഈഗോ പ്രശ്നം തീർക്കുന്ന ഇങ്ങനൊന്നും അല്ലടാ. ഇനി കല്യാണത്തിനായാലും ശരി, അവരെ വീട്ടുകാർ മൊത്തത്തിൽ നാറിയില്ലേ? ആലോചിച്ച് നോക്ക്. നാട്ടുകാര് കൊല്ലം പള്ളിമുക്കിലെ സംഭവം ആലോചിച്ച് നോക്കെ. ലൈഫ് ലോങ് മുഴുവനും ഐസ്ക്രീമിന് അടി ഉണ്ടാക്കിയ കല്യാണ ചെറുക്കനും പെണ്ണും ഇതാ, വീട്ടുകാർ ഇതാ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.